ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ പാട്ടും കോമഡിയൊന്നുമില്ല, ഡപ്പിങ്ങൊന്നുമില്ല. ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു വീഡിയോ കാരണം ആത്മഹത്യ ചെയ്തതിനെ പറ്റിയാണ്. ഒരു വീടിൻ്റെ ദീപമായിരുന്ന ദീപക്കിനെ ഇല്ലാതാക്കിയതിനെ പറ്റിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു മോളെ നീ ഈ കടുങ്കൈ ചെയ്തത്? ഈ കടുങ്കൈ അവനോട് ചെയ്തത് നിനക്കാകാമായിരുന്നല്ലോ. നിൻ്റെ വാപ്പാനെ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തിനെ അല്ലെങ്കിൽ ആങ്ങളമാരെ ഒക്കെ വെച്ച് ചെയ്യാമായിരുന്നല്ലോ. മുഖം കാണിക്കാതിരുന്നാൽ പോരെ അല്ലേ? അവരാകുമ്പോൾ ഒന്നുകൂടി ബെറ്ററായിട്ട് അഭിനയിക്കുകയും ചെയ്യും, നിനക്ക് റീച്ചും കിട്ടും. ഒന്നും അറിയാത്തൊരു പാവത്തിന് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എങ്ങനെ തോന്നി മോളെ? നിനക്ക് ഒന്ന് ചിന്തിക്കാമായിരുന്നില്ല. നിനക്ക് ആ വ്യക്തിയെ കാത്ത് ഒരു കുടുംബമുണ്ടാകും. നിനക്കുള്ളതുപോലെ തന്നെ അവൻക്കും ഒരു കുടുംബം ഉണ്ടാവില്ല. ചിന്തിക്കണം, എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കണം. ചിന്തിക്കാത്തതിൻ്റെ തെറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നേർച്ച, പൂരം, പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുമ്പോൾ വഴക്കുണ്ടാവാറുണ്ട്. ഈ വഴക്കൊക്കെ ഉണ്ടാകുന്ന നേരത്ത് ആ അടി കൊള്ളുന്നവനെ കുറിച്ച് വെറുതെ ചിന്തിച്ചാൽ മതി. അടിക്കുന്നവൻ ഇവനെ കാത്തൊരു കുടുംബമുണ്ട്, അവനക്ക് അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, കുട്ടികളുണ്ടാകും. അവൻ്റെ വരവും കാത്തിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. അടിച്ചു പഞ്ചറാക്കിയൊക്കെ ഇട്ടിട്ട് ചിന്തിച്ചാൽ ചെയ്യില്ല. ഇനി ഒരിക്കലും ഇതുപോലൊരു വീഡിയോ വരാതിരിക്കട്ടെ. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അല്ലേ? എന്തായിരുന്നാലും നമ്മുടെ ദീപക്കിനും കുടുംബത്തിനും സർവശക്തൻ സമാധാനം നൽകട്ടെ. ഇത് ചെയ്ത ആ വ്യക്തിക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.